ഉണ്ടാക്കുന്നത് ഷവർമയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ 1 കപ്പ്. അതിന് സ്പൈസസ് വേണ്ടത് പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, പട്ട പൊടിച്ചത് 1 ടീസ്പൂൺ, പെപ്രിക്ക പൗഡർ 1 പിഞ്ച്, ഗാർലിക് 1 പിഞ്ച്, ക്യുമിൻ പൗഡർ 1 പിഞ്ച്, നല്ല ജീരകത്തിൻ്റെ പൊടിയാണത്, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇവയെല്ലാം കൂടിയിട്ട് നമുക്ക് ചിക്കനിലിട്ടിട്ട് അതിലേക്ക് ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ ഇടാം. തൈര് 2 ടേബിൾ സ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് 1 അവർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പം നമ്മൾ 1 അവർ വെച്ചിട്ടുണ്ടായിരുന്നത് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആ ചിക്കനിലുള്ള വെള്ളം വറ്റുന്ന വരെ നമുക്കിത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ചൂടാവുന്നതനുസരിച്ച് അതിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വെള്ളം വറ്റുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. ചെറിയ തീയിലിട്ടിട്ട് നല്ല ഡ്രൈ ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിൽ ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഖുബൂസിൻ്റെയും ഗാർലിക് പേസ്റ്റിൻ്റെയും വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഇതേപോലെ കുറച്ച് തിക്കിൽ മുറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തു. സോഫ്റ്റ് ആവുന്നവരെ വേവിച്ചതിന് ശേഷം നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ പിക്കിള് ഞാൻ കുക്കുംബർ എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഉപ്പും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പും കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് വെച്ചതായിരുന്നു. അത് എങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കാം. ഖുബൂസ് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗാർലിക് പേസ്റ്റ് തേച്ച് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തത് നമുക്കതിൻ്റെ മുകളിലായിട്ട് വെക്കാം. പിക്കിളും വെക്കാം. ഞാൻ കുക്കുംബറാണ് വെക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസും അതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ഗാർലിക് പേസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാം. ഖുബൂസിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയാവും. നമുക്ക് ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ വേറൊരു ടൈപ്പും കൂടിയും റാപ്പ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ ഫില്ലിങ് 4 ഷവർമയ്ക്കുള്ളതുണ്ടായിരുന്നു. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.